ഹായ്. എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട് എന്തായി കാര്യങ്ങളൊന്നും ഡീറ്റെയിൽസൊന്നും റിപ്ലൈ വരുന്നില്ലല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട്. അതിനിടയ്ക്ക് എനിക്ക് കൊച്ചിന് ചെറിയ അസുഖം വന്നു. എൻ്റെ ചെറിയ പനി ജലദോഷങ്ങളൊക്കെ നടക്കുമായിരുന്നു. അതൊന്ന് കുറഞ്ഞു വന്നപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വേറൊരു പണി കിട്ടി. ഇതോ കാണാൻ പറ്റുന്നുണ്ടോ? കാലൊന്ന് ഫ്രാക്ചറായി. അപ്പോൾ അത് കാരണം കംപ്ലീറ്റ് ബെഡ് റെസ്റ്റിലാണ്. പുറത്തു പോയി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക്. അപ്പോൾ ഞാൻ ഓഫ്ലൈൻ ത്രൂ ചെയ്യാനിരുന്ന വർക്കുകൾക്കൊക്കെ ചെറിയൊരു ഡിലേ വന്നത് അതുകൊണ്ടാണ്. നമുക്ക് ആസ് സൂൺ ആസ് പോസിബിൾ ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ ചുമ്മാ ഞാൻ ഇരിക്കുമല്ല, ഒപ്പം തന്നെ നമ്മുടെ വെബ്സൈറ്റിൻ്റെ കാര്യങ്ങളെല്ലാം ഒരു സൈഡിൽ കൂടെ സെറ്റാകുന്നുണ്ട്. പിന്നെ പല ഓപ്ഷനിലൂടെ മറ്റുള്ള സെയിലുകൾ നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, അതങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തോളൂ. അതിന് ഒരു മാറ്റവും വരുത്തണ്ട. അതോടൊപ്പം ഇത് നിങ്ങൾക്കൊരു സപ്പോർട്ടാകുമെങ്കിൽ നിങ്ങൾ എടുക്കുക, അത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ വെബ്സൈറ്റിൻ്റെ കാര്യങ്ങളെല്ലാം റെഡി ആയി കഴിയുമ്പോൾ ഞാൻ ഇതുപോലെ ചാനലിലും FBയിലും ഇൻസ്റ്റയിലും ഒക്കെ അപ്ലോഡ് ചെയ്തേക്കാം. ഇപ്പോൾ ഈ അനങ്ങാതിരിക്കുന്ന സമയത്ത് എല്ലാവരുടെയും വീഡിയോസൊക്കെ ഒന്ന് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് പതുക്കെ ഓരോന്ന് ഇട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. എനിക്ക് അതുകൊണ്ട് കുറച്ചിടയ്ക്ക് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും പണി കിട്ടി. നല്ല കംപ്ലീറ്റ് റെസ്റ്റിലായിപ്പോയി. കണ്ടോ, കാല് വൈ. അപ്പോൾ അതുകൊണ്ടാണ് ഒന്ന് ഡിലേ ആയത്. എല്ലാവരും അതിനൊന്ന് ക്ഷമിക്കുക. ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ ഇതൊന്ന് ശരിയാക്കും. എനിവേ 2 ആഴ്ച ആണ് ഇപ്പോൾ റെസ്റ്റ് പറഞ്ഞേക്കുന്നത്. പക്ഷേ അതിനിടയ്ക്ക് ഞാൻ ബാക്കി കാര്യങ്ങളെല്ലാം ഓൺലൈൻ ചെയ്യേണ്ടതെല്ലാം ചെയ്യുന്നുണ്ടാവും. പിന്നെ അവിടെ പോയി സെറ്റ് ചെയ്യാൻ ഞാൻ ഓഫ്ലൈനിൽ വിചാരിച്ചിരുന്ന കാര്യങ്ങൾക്ക് കുറച്ച് ഡിലേ വരും. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾ ചെയ്യുന്ന വർക്കുകൾ നിങ്ങൾ സെയിൽ ചെയ്യുന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കോളൂ. അതിനൊരു കുറവും വരുത്തരുത്. ചെയ്യുന്ന വർക്കുകളിൽ ഒരു അയ്യോ മടുത്തു എന്നൊരു തോന്നലും പാടില്ല കേട്ടോ. നമ്മൾ നല്ല എനർജി ആയിട്ട് നിന്ന് മുന്നോട്ട് പോയാലേ നമുക്കിതിനെ വർക്കൗട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ എന്നോട് ഒരുപാട് ചോദിച്ചിട്ട് പറഞ്ഞു, ഞാൻ വെറുതെ വാങ്ങി ചെയ്ത് വെക്കുന്ന വർക്കുകൾ വേസ്റ്റ് ആവൂലേ എന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ചിന്തിച്ചോണ്ടൊന്നും ചെയ്യരുത്. ഞാനൊരു വർക്ക് ചെയ്താൽ അത് ഞാൻ സെയിലാക്കും എന്നൊരു കോൺഫിഡൻസോട് കൂടി മാത്രമേ നമ്മൾ ഏത് വർക്കും ചെയ്യാവുള്ളൂ. അത് ചെയ്ത് കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കുന്നു എന്നൊരവസ്ഥയിലേക്ക് ഉണ്ടാക്കി വരരുത്. നമ്മളത് ഏതെങ്കിലും വഴിയിലൂടെ സെയിൽ ചെയ്യണം. അവിടെയാണ് നമ്മൾ വിജയിക്കുന്നത്. അപ്പോൾ അനാവശ്യമായി നിങ്ങളുടെ കയ്യിൽ പൈസ ചിലവാക്കി വലിയ ആർട്ട് കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ പറയുന്നില്ല. സിമ്പിളായ കാര്യങ്ങൾ ചെയ്തോളുക. അത് നമ്മുടെ മെൻ്റൽ സ്റ്റെബിലിറ്റി, അതായത് മെൻ്റലി നമ്മൾ ഭയങ്കര കോൺഫിഡൻസ് ഫീൽ ചെയ്യും നമ്മൾ ചെയ്യുന്ന ഈ വർക്കുകൾ. വെറുതെ ഇരിക്കുക എന്നൊരു കാര്യം തന്നെ നമ്മുടെ മൂഡ് സ്വിങ്ങിന് ഒന്നാമത്തെ കാരണം. അത് മാറ്റി വെച്ചിട്ട് ഇതുപോലെയുള്ള എന്തെങ്കിലും ക്രിയേറ്റിവിറ്റി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾ പുതിയ കാര്യങ്ങൾ സെർച്ച് ചെയ്യും. അപ്പോൾ അതിനെപ്പറ്റി പുതിയ കാര്യങ്ങൾ അറിയാൻ പറ്റും. ആ പുതിയ കാര്യങ്ങളെ അപ്പോൾ എന്ത് ചെയ്യണം, നമ്മളത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ട്രൈ ചെയ്യണം. ആ പുതിയ കാര്യങ്ങളെ എന്ത് ചെയ്യണം, നമ്മൾ വർക്കൗട്ടാക്കി കഴിഞ്ഞിട്ടത് സെയിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവരും ഒന്ന് നല്ലപോലെ നല്ല സ്ട്രോങ് ആയിട്ട് നമുക്ക് കട്ടയ്ക്ക് മുന്നോട്ട് പോകണം കേട്ടോ. അപ്പോൾ എൻ്റെ ഈ കാലിൻ്റെ വയ്യായ്ക മാറാൻ ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ. വേഗം സെറ്റായിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ. അപ്പോൾ പിന്നെ കാണാം. ടാറ്റാ.